ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം വീടിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. നല്ല വെള്ളിയുടെ ആശംസകൾ ഏവർക്കും ഹൃദയപൂർവ്വം നേരുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ നാം ദുഃഖവെള്ളി എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു നല്ല വെള്ളിയാവുക? വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, ലോകം സന്തോഷിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. മരണത്താൽ ജയിക്കുന്ന ഒരുവന്റെ ഓർമ്മയാണ് നാം ഇന്ന് ആചരിക്കുന്നത്, കൊണ്ടാടുന്നത്. വാസ്തവത്തിൽ ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഉദ്ധാനത്തിന് വഴിമാറും എന്ന് നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാൻ കഴിയും. നമ്മുടെ ജീവിതാനുഭവങ്ങൾക്കും ഇപ്രകാരം അതിജീവന ശേഷിയുണ്ട് എന്നൊരു കാര്യം കൂടി വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യനെ വിമോചിപ്പിക്കാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചുവെന്നും അവൻ കുരിശിൽ മരിച്ചതിലൂടെ മരണത്തിന്റെ ആധിപത്യത്തെ എന്നേക്കുമായി അവസാനിപ്പിച്ചുവെന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. അപ്രകാരം ക്രിസ്തുവിൽ ഒരു നിത്യജീവിതം നമുക്കുണ്ട് എന്ന വിശ്വാസ ബോധ്യം നമ്മെ നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ എങ്ങനെയാണ് ഈ കുരിശുമരണം നമ്മുടെ ഉദ്ധാനമായി മാറുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു. യേശു കുരിശിൽ മരിച്ചു, നമുക്ക് രക്ഷ കിട്ടി എന്ന് പറയുമ്പോൾ, അവൻ നമ്മെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ, അത് വിശ്വസിക്കുന്നത് നമുക്ക് പ്രക്രിയാപരമായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ക്രിസ്തു രഹസ്യം പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യമില്ലാതായി പോകും. പെസഹ തിരുനാളിൽ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സമയത്ത് പറയുന്നത് ഇതെന്റെ ശരീരമാണെന്ന്. ഒരു അപ്പം എടുത്ത് ഉയർത്തിയിട്ട് ഇതെന്റെ ശരീരമാണ് എന്ന് കേവലമായി പറയുകയല്ല വാസ്തവത്തിൽ അവിടെ നിന്ന് ചെയ്തത്. സോമ എന്ന വാക്കാണ് ഗ്രീക്ക് ബൈബിളിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കുക. സോമ എന്നാൽ ദി ഓൾ ബീയിങ്. ഹി ടുക്ക് ദി ഓൾ ബീയിങ് ആൻഡ് സെറ്റ്. അവൻ സമസ്തവും കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാവും. സമസ്തവും കയ്യിലെടുത്തെന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ അവൻ കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാവും. ആ സമയത്ത് ഈ അപ്പം മാംസമായിട്ട് മാറുന്നതായി ദൃശ്യാവിഷ്കാരം ഉണ്ടാകുന്നില്ല. വാസ്തവത്തിൽ എങ്ങനെയാണ് യേശു പറഞ്ഞ ഈ കാര്യം യാഥാർത്ഥ്യമാകുന്നത്? യേശു ഒരു അത്ഭുതം പറയുകയായിരുന്നുവോ? തന്റെ ശരീരത്തെ അപ്പമാക്കി പകർത്തുകയായിരുന്നു? വാസ്തവത്തിൽ എങ്ങനെയാണ് ക്രിസ്തു സോമ എന്ന് വാക്കുച്ചരിച്ചുകൊണ്ട് ഇതെന്റെ ശരീരമാണെന്ന് പറയുന്നത്? വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം നമ്മൾ വായിക്കും, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാറ്റിന്റെയും മൂലപദാർത്ഥമാണ് ക്രിസ്തു. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവിലാണ്. അങ്ങനെ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവായിരിക്കെ ആ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ തന്റെ കയ്യിലെടുത്തിട്ടാണ് യേശു പറയുന്നത് ഹി ടുക്ക് ദി ഓൾ ബീയിങ്. അവൻ സമസ്തവും കയ്യിലെടുത്ത് പറഞ്ഞു ഇതെന്റെ ശരീരമാണ്. അതിൽ അതിശയോക്തിയൊന്നുമില്ല. യേശു പരമമായൊരു സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ തന്റെ ശരീരമാണ് ഈ അപ്പം എന്ന് യേശു പറയുന്നു. അത് വാങ്ങി ഭക്ഷിക്കാനായി ശിഷ്യർക്ക് കൊടുക്കുന്നു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സമസ്തത്തിലും അലിഞ്ഞ് തന്നെ സ്വീകരിക്കണമെന്നാണ് ക്രിസ്തു പറയുന്നത്. അല്ലെങ്കിൽ ആ സമസ്തവും തന്റെ ശരീരമാണ് എന്ന വെളിപ്പെടുത്തലിലൂടെ സകല ജനതയ്ക്കും വേണ്ടി അർപ്പിക്കുന്ന തന്റെ ശരീരത്തെ അവിടെ നിന്ന് തുറന്നു കാട്ടുകയാണ്. പിറ്റേന്ന് നീസാൻ മാസം 14-ാം ദിവസം യേശു കുരിശിൽ മരിക്കും. യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ, യേശു കുരിശിൽ മരിക്കുമ്പോൾ സമസ്തവുമായ ഈ ശരീരം അല്ലെങ്കിൽ പ്രപഞ്ചമാകെയാകുന്ന ഈ ശരീരം കുരിശിൽ തറയ്ക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ യേശു മനുഷ്യരക്ഷ സാധ്യമാക്കുന്നത് യേശുവിന്റെ ശരീരം കുരിശിൽ അർപ്പിച്ചുകൊണ്ടാണ്. ആ ശരീരം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ യേശുവിനോടൊപ്പം ക്രൂശിതരാണ് എന്ന പരമാർത്ഥത്തിലേക്ക് നമ്മൾ എത്തണം. മനുഷ്യൻ പാപം ചെയ്തു, അതിന് ശിക്ഷ അവന് സ്വീകരിക്കാതിരിക്കാൻ വയ്യ. ആ ശിക്ഷ നിത്യമായ ഒന്നാക്കി മാറ്റുകയും വയ്യ. അവിടെ ദൈവം മനുഷ്യനായി അവതരിച്ച് സകലത്തിന്റെയും ഉടയവനായ എല്ലാറ്റിന്റെയും മൂലപദാർത്ഥമായ ക്രിസ്തു തന്റെ ശരീരമാണ് സമസ്തവുമെന്ന് പ്രഖ്യാപിക്കുകയും തന്റെ ശരീരത്തെ കുരിശിൽ കൈവിടുകയും ചെയ്യുമ്പോൾ കുരിശിൽ അർപ്പിക്കപ്പെടുന്നത്, തറയ്ക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ സമസ്തവുമാണ്. ഞാനും നിങ്ങളും ഈ കുരിശിൽ തറയ്ക്കപ്പെട്ടവരാണ്. കൊളോസ്യ ലേഖനത്തിൽ 2:20 പറയും, പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാൽ. പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നാം മരിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ
ആ മരണത്തെ നമ്മൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആ മരണത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. അതേസമയം തന്നെ നാം ഉദ്ധിതരുമായി തീരുന്നു. യേശു കുരിശിൽ മരിച്ചപ്പോ, സ്വന്തം ശരീരം കുരിശിൽ കൈവിട്ടപ്പോ നമ്മൾ ഓരോരുത്തരും ആ കുരിശിലുണ്ടെന്നും അവൻ പീഡ സഹിച്ചപ്പോ ആ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത ആ ശരീരത്തിന്റെ ഭാഗമായിട്ട് നമ്മളും ഉണ്ടെന്നും, അങ്ങനെ നാം ക്രൂശിതരായിരിക്കുന്നു, ലോകത്തിന് നമ്മൾ ക്രൂശിതരായിരിക്കുന്നു എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. ലോകത്തെ സംബന്ധിച്ച്, പാപത്തെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ച് നാം ക്രൂശിതരാവുകയും യേശു ഉദ്ധിതനാകുമ്പോൾ പാപത്തിന്റെ കെട്ടിൽ നിന്ന്, ലോകത്തിന്റെ കെട്ടിൽ നിന്ന്, ശരീരത്തിന്റെ ബാധ്യതകളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കുകയും അങ്ങനെ നാം ഉദ്ധാനാവസ്ഥയിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു. യേശുവിൽ നാം നിത്യം ജീവിക്കുന്നവരാകുന്നു. ആനുകാലിക ജീവിതം, ക്രിസ്തുവിലുള്ള ജീവിതം സ്വർഗീയമായ ജീവിതമായിട്ട് മാറുക. എന്തുകൊണ്ടാണ് ദുഃഖവെള്ളി എന്ന് പറയരുത് എന്ന് പറയുന്നത്? സമസ്തത്തെയും രക്ഷിക്കാൻ വേണ്ടി തന്റെ രക്ഷാകരമായ പദ്ധതി തന്റെ ജീവാർപ്പണം വഴി നിറവേറ്റുന്നത് ദുഃഖകരമായ ഒരു കാര്യമല്ല, അത് സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. താൽക്കാലികമായ ദുഃഖങ്ങൾ യഥാർത്ഥത്തിൽ നിത്യരക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നവയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ക്രിസ്തുവിന്റെ കുരിശുമരണം നമ്മുടെ മുമ്പിൽ വെക്കുന്നു. യേശു ഈ ലോകത്ത് വന്നത് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ അവൻ മനുഷ്യനാവുകയും സകല മനുഷ്യരെയും തന്നിൽ ഉൾക്കൊള്ളുകയും അങ്ങനെ സകല മനുഷ്യരുടെയും എല്ലാ കുറവുകളും തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശ് ചുമക്കുകയും ക്രൂശിതനാവുകയും പാപകരമായ എല്ലാ ശിക്ഷയിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുകയും സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇപ്പൊ യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നു എന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് എന്ന് പറയുമ്പോൾ ആ പരിഹാര ബലിയുടെ ഭാഗമായി നമ്മളും അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നാം ആ കുരിശുമരണത്തിൽ വിധേയപ്പെടുന്നു. അങ്ങനെ പാപത്തെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച്, സ്വന്തം ഇഷ്ടങ്ങളെ സംബന്ധിച്ച് മരിച്ചവരായും ക്രിസ്തുവിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. വിനാഗിരി സ്വീകരിച്ചിട്ട് അവിടെ നിന്ന് പറയും, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈ വിനാഗിരി സ്വീകരിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. പെസഹായിൽ, യഹൂദ പെസഹായുടെ ഭാഗമായിട്ടുള്ള അർപ്പണത്തിൽ ഹല്ലേൽ എന്ന് പറയുന്ന അവസാനത്തെ കപ്പ് കുടിക്കാതെയാണ് യേശു ഗത്സമനിയിലേക്ക് പോകുന്നത്, സ്തോത്രഗീതം ആലപിച്ചിട്ട് പോകുന്നത്. അവിടെ ചെന്ന് പീഡാസഹനത്തിലേക്ക് യേശു പ്രവേശിക്കുന്നു. കുരിശിൽ കിടക്കുന്ന സമയത്ത് യേശുവിന് ദാഹിക്കുന്നു. തലേന്ന് കഴിക്കാതെ പോയ, ഉപേക്ഷിച്ചു പോയ ആ പാനപാത്രം യേശു കുടിക്കുന്നു. ആ പാനപാത്രമാണ് ഗത്സമേൻ പ്രാർത്ഥനയിൽ യേശുവിന്റെ മുൻപിലേക്ക് വരുന്നത്. ഈ പാനപാത്രം സഹനത്തിന്റെ പാനപാത്രമാണ്. ഈ പാനപാത്രത്തെ നിഷേധിക്കാൻ യേശു ശ്രമിക്കുകയാണ്. സഹനത്തിന്റെ ഈ പാനപാത്രം ഒടുവിൽ അവിടുന്ന് പിതാവിന്റെ ഇഷ്ടപ്രകാരം സ്വീകരിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ആ പാനപാത്രം സ്വീകരിച്ചുകൊണ്ട് യേശു പറയുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ജീവിതത്തെ പ്രവൃത്തികൾ ചെയ്ത് പൂർത്തിയാക്കുന്ന പോലെയല്ല. നമ്മുടെ എല്ലാ പ്രവൃത്തികളും അപൂർണങ്ങളാണ്. യേശുവിന്റെ പ്രവൃത്തി പൂർണ്ണമാകുന്നത് എങ്ങനെയാണ്? യേശുവിന്റെ പ്രവൃത്തി ഒരു കൊടുത്തുവീട്ടലാണ്. ലേവി കണക്ക് പുസ്തകത്തിൽ എഴുതുന്ന ടെറ്റൽസ്റ്റായി എന്ന വാക്കാണ് യഥാർത്ഥത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറയുന്നത്. ടെറ്റൽസ്റ്റായി എന്ന വാക്ക് കടം കൊടുത്തു വീടുമ്പോൾ ആ കടം കൊടുത്തു വീട്ടപ്പെട്ട കടത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്ന വാക്കാണ്. കൊടുത്തു വീട്ടപ്പെട്ടത് ടെറ്റൽസ്റ്റായി. യേശു പറയാണ്, ടെറ്റൽസ്റ്റായി, എല്ലാം പൂർത്തിയായെന്നല്ല, എല്ലാം കൊടുത്തു വീട്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ ചെയ്ത സകല തിന്മകൾക്കുമുള്ള പരിഹാരം അനുഷ്ഠിച്ചു കഴിഞ്ഞ്, കടം വീട്ടിക്കഴിഞ്ഞ് യേശു കുരിശിൽ കിടന്ന് പറയാണ്, എല്ലാം കൊടുത്തു വീട്ടപ്പെട്ടു. അങ്ങനെ പാപത്തിന്റെ കടത്തിൽ നിന്ന്, പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് എന്നേക്കും നമ്മെ വിമോചിപ്പിക്കാൻ അവൻ കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി. അവൻ കുരിശിൽ യാഗമാകുമ്പോൾ ഞാനും നിങ്ങളും യാഗമായിട്ടുണ്ട് എന്ന പരമാർത്ഥത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോഴാണ് കുരിശുമരണം വഴിയുള്ള രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമായിട്ട് മാറും. വാസ്തവത്തിൽ ലോകത്ത് മാമോദീസ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും തമ്മിലുള്ള അന്തരം ഇത് മാത്രമാണ്. എല്ലാവർക്കും വേണ്ടിയാണ് രക്ഷ. സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് യേശു കുരിശിൽ മരിക്കുന്നത്. അതുകൊണ്ട് പാപവിമോചിതനാകാത്ത, അല്ലെങ്കിൽ പാപത്തിന്റെ അടിമയായിരിക്കുന്ന ഒരുവനും ശേഷിക്കുന്നില്ല. സകല ജനത്തിനും വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു. അങ്ങനെ അവിടുന്ന് കുരിശിൽ മരിച്ചപ്പോ ആ കുരിശുമരണത്തിനകത്ത് ക്രിസ്തുവിന്റെ ശരീരമായ നാമും ഭാഗവാക്കുകളാണ് എന്ന പരമാർത്ഥം തിരിച്ചറിയുകയാണ് മാമോദീസയിൽ. ഇമേഴ്സിംഗ് നോളേജ്, അറിവിൽ മുങ്ങി. ഈ അറിവ് നമുക്ക് രക്ഷാനുഭവമായിട്ട് മാറുന്നു. രക്ഷിക്കപ്പെട്ടവരാരാണെന്ന് ചോദിച്ചാൽ സമസ്തവും. കാരണം അവൻ ഈ ലോകത്തേക്ക് വന്നതിന് വേണ്ടിയാ, സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്.
പാപത്തിന് അടിമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതാ സകല ജനതയ്ക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത. സകല ജനതയ്ക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയാണ്. അത് സ്വീകരിക്കുന്നവനാണ് അനുഭവിക്കാൻ കഴിയുക. അതുകൊണ്ട് ആ രക്ഷ ആർക്കും അന്യമല്ല, എപ്പോഴും പ്രാപിക്കാവുന്നതാണ്, എപ്പോഴും അനുഭവിക്കാവുന്നതാണ്. നമുക്കുള്ള പ്രത്യേകത ക്രിസ്തുവിനെ ഇപ്രകാരം തിരിച്ചറിഞ്ഞതുകൊണ്ടും അവന്റെ കുരിശുമരണത്തിൽ ഭാഗവാക്കായതുകൊണ്ടും നമ്മുടെ ജീവിതം വെച്ച് നീട്ടുന്ന കൈപ്പേറിയ പാനപാത്രങ്ങളെ മറികടന്ന് ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും എന്ന പരമാർത്ഥമാണ് നമുക്ക് മനസ്സിലായത്. ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ മാമോദീസ വഴി നമുക്ക് കൈവന്നിട്ടുള്ളത്. നാം ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും അവനോടൊപ്പം ഉയർക്കുകയും ചെയ്തു. റോമർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 3-4 തിരുവചനം അത് പറയുന്നുണ്ട്. നമ്മൾ മരിച്ചു, സംസ്കരിക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉദ്ധിതരായിരിക്കുന്നു ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിന്. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നമ്മൾ കാണുന്നത് സഹനമാർഗങ്ങളെ തള്ളിമാറ്റി സ്വസ്ഥവും സുഖകരവുമായ ഒരു ജീവിതം ഉണ്ടാവണമെന്ന നിലയ്ക്കാണ്. ജീവിതത്തെ സംബന്ധിച്ച മനുഷ്യരുടെ താല്പര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് അവനവന് കുഴപ്പമൊന്നും പറ്റാത്ത ഒരു ജീവിതം നയിക്കണമെന്നാണ്. 2 പ്രലോഭനങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ ആകെ മൂടി നിൽക്കുന്നത്. ഒന്ന്, ഏറ്റവും സുന്ദരമായ പ്രലോഭനമാണ്, മധുരതരമായ പ്രലോഭനം എന്ന് പറയാം. സുഖവാസനയുടെ പ്രലോഭനമാണ്. ഒരു സുഖവാസനയുടെ ഒരു ഭാഗം എന്താണ്? എങ്ങനെ കണ്ണിന് കൗതുകകരം, ആസ്വാദ്യം എന്നിവ സ്വീകരിക്കുക എന്നുള്ളതാണ്. കണ്ണിന് കൗതുകകരമായതും ആസ്വാദ്യമായതും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമെന്നുകൊണ്ട് ഹവ്വ പറിച്ചു നിന്ന ആ പഴത്തിന്റെ മാധുര്യം പലപ്പോഴും നമ്മെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളും താല്പര്യങ്ങളും നമുക്ക് അങ്ങനെ പ്രലോഭനകാരിയായിട്ട് വരാം. ഈ പ്രലോഭനങ്ങളെ ക്രിസ്തു തന്റെ നിസ്വത കൊണ്ട് നേരിടുന്നു. അവൻ സ്വയം ഉപേക്ഷിക്കുന്നു. യഥാർത്ഥ ഭക്ഷണം പിതാവിന്റെ വാക്കാണെന്ന് തിരിച്ചറിയുന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് ജീവിതം തിരിച്ചറിയുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ ഇപ്രകാരമുള്ള കാമ്യതയെ യേശു തന്റെ ജീവിതം വഴി തിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്ന് പറയുമ്പോൾ യേശു പിശാചിനോട് പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ട് കൂടിയുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ജീവൻ നൽകുന്നത് സ്വർഗീയമായ ബോധ്യമാണെന്നും ജീവൻ നൽകുന്നത് ദൈവത്തിന്റെ വാക്കാണെന്നും ആ വാക്ക് ക്രിസ്തുവാണെന്നും തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തിന്റെ കാമനകളെ നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ പ്രലോഭനത്തിന്റെ 2-ാം ഭാഗം സാധാരണഗതിയിൽ അത്ര എളുപ്പത്തിൽ നേരിടാവുന്ന ഒരു കാര്യമല്ല. പ്രലോഭനത്തിന്റെ 2-ാം കാര്യം ഏതാണ്? 2-ാം ഭാഗം സഹനത്തിന്റെ വഴിയാണ്. ജീവിതം നേരിടുന്ന അസ്ഥിരതകൾ, അരിഷ്ടതകൾ, കഷ്ടതകൾ അവയെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരും. ഓരോ ജീവിതവും നിരന്തരം നേരിടുന്ന 2 പ്രലോഭനങ്ങളിൽ ഒന്ന് ഈ മധുരതരമായ പ്രലോഭനമാണ്. അത് ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനുണ്ടായിരുന്നതാണ്. ആ പ്രലോഭനം നമ്മെ പിന്തുടരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ജീവിത സഹനങ്ങൾ അതികഠിനമായ പ്രലോഭനമായി നമ്മുടെ മുമ്പിൽ വരും. ഇത്തരമൊരു പ്രലോഭനം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ പ്രലോഭനത്തെ എങ്ങനെ ജയിക്കണമെന്ന് ക്രിസ്തുവിൽ നിന്ന് പഠിക്കാൻ കഴിയണം. യേശു യോഹന്നാൻ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ വളരെ വേദനയോടെ ഈ ജീവിത സാഹചര്യത്തെ കാണാം. തന്റെ മുമ്പിലേക്ക് ഉയർന്നു വരുന്ന സഹനങ്ങളുടെ ഈ അടയാളങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് അടുത്ത മണിക്കൂറിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വേദനാകരമായ അനുഭവങ്ങളെ തിരിച്ചറിയുന്ന ക്രിസ്തു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, എന്റെ ആത്മാവ് അത്യന്തം ദുഃഖാകുലമായിരിക്കുന്നു. ഞാൻ എന്ത് പ്രാർത്ഥിക്കണം? ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നോ? അല്ല, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. ഞാൻ വന്നത് ഈ മണിക്കൂറിലേക്കാണ്, ഈ സഹനത്തിലേക്കാണ്, ഈ പ്രലോഭനത്തിലേക്കാണ്. ഈ സാഹചര്യത്തെ തള്ളി മാറ്റുക എന്നല്ല ക്രിസ്തു പറയുന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം. ജീവിത സഹനങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്ന് ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി. പിതാവ് പറഞ്ഞു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും ഞാനത് മഹത്വപ്പെടുത്തും. അപ്പൊ ദൈവിക മഹത്വം വെളിപ്പെടുന്നത് കുരിശിലാണെന്നും സഹന നിമിഷത്തിലാണെന്നും സഹനങ്ങളെ സ്വീകരിക്കുമ്പോഴാണെന്നും ഒരു സഹനവും നമ്മെ തകർക്കുകയില്ലെന്നും ഉറപ്പ് നമുക്കുണ്ടാകണം. ക്രിസ്തു കുരിശിൽ നമുക്ക് കാട്ടിത്തരുന്ന ഉറപ്പതാണ്. ക്രിസ്തു മഹത്വപ്പെടുന്നത് കുരിശിലാണ്. കുരിശിൽ സ്വയം അർപ്പിതനാകുമ്പോൾ, പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. ബലഹീനനായ മനുഷ്യൻ മഹത്വപൂർണനായിട്ട് മാറുന്നത് സഹനത്തിന്റെ നിമിഷത്തിലാണ്. ആ സഹനങ്ങളെ സ്വീകരിക്കുമ്പോഴാണ്. ആ സഹനം മൂടിക്കളയുകയില്ല.
എന്നേക്കുമായി നശിപ്പിക്കുകയില്ല. ആ സഹനത്തെ അതിജീവിക്കാൻ ആത്മാവിന്റെ ബലം നമുക്ക് കരുത്തായിട്ട് വരും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെയാണ്. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരത്തിനും പുതുജീവൻ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ജീവിത സഹനങ്ങൾ നമ്മെ മൂടുകയില്ലെന്നും ഓരോ സഹനവും ക്രിസ്തുവിന്റെ സഹനത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ് ആ സഹനത്തോട് ചേർന്ന് നിൽക്കുകയും പിതാവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മഹത്വീകൃതമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് കുരിശുമരണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ഈശ്വരച്ചൻ പ്രിയപ്പെട്ടവരെ, സഹനങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും ഒക്കെ തട്ടിമാറ്റാനുള്ള നിരന്തര ശ്രമങ്ങൾക്കകത്താണ് നാം. അപ്രകാരം ഈ സഹനമാർഗങ്ങളെ തള്ളിമാറ്റാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രൂശിതനുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. വാസ്തവത്തിൽ സ്നേഹമാണ് കുരിശ്. രണ്ട് സ്നേഹങ്ങളാണ് ക്രിസ്തുവിനെ പിളർക്കുന്നത്. ഒന്ന് പിതാവിനോടുള്ള സ്നേഹം. പിതാവിനോടുള്ള സ്നേഹം നിമിത്തം മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ വരുന്നത് കൊണ്ട് ദൈവിക സമാനതകൾ കൈവിടുന്നു. അവിടെ വീണുപോയവന്റെ സാദൃശ്യത്തിലേക്ക് വരുന്നു. അങ്ങനെ ലംബതലത്തിൽ പിതാവിനോടും തിരച്ചീനത്തിൽ സകല മനുഷ്യരോടും സൃഷ്ടിയോട് മുഴുവൻ സ്നേഹം പുലർത്തുന്നു. ദൈവത്തെ പ്രതി മനുഷ്യനോട് ക്രിസ്തു പുലർത്തുന്ന സ്നേഹഭാവമാണ് ക്രിസ്തുവിന്റെ കുരിശായിട്ട് മാറുന്നത്. നമ്മൾ സാധാരണ കാണുന്നത് ഒരു മരക്കുരിശൊക്കെ ചുമന്ന് മലയാറ്റൂർക്കൊക്കെ പോകുന്ന ആളുകളെയാണ്. ഭക്തമാർഗങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അർത്ഥമറിഞ്ഞല്ല. ക്രിസ്തു ചുമന്നത് കേവലമായ ഒരു മരക്കുരിശായിട്ട് കാണരുത്. ക്രിസ്തു ചുമന്ന കുരിശ് നമ്മൾ കാണുന്നത് പോലെ നിസ്സാരമായ കുരിശല്ല. ദൈവിക മഹത്വത്തിലുള്ളയാൾ ഈ മഹത്വം മുഴുവൻ കൈവിട്ട് ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കുരിശ് അവിടെ ആരംഭിക്കുന്നു. ദൈവവുമായുള്ള സമാനത കൈവിടുമ്പോൾ ദൈവികതയിൽ നിൽക്കുന്ന ഒരാൾ ആ സമാനതകൾ കൈവിട്ട് വീണുപോയവന്റെ സാദൃശ്യത്തിലേക്ക്, വീണുപോയ മനുഷ്യന്റെ സാദൃശ്യത്തിലേക്ക് വരുന്നു. ആ വീണുപോയവന്റെ സാദൃശ്യത്തിലേക്ക് വന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെടുന്നു. അപരിമേയനായ ദൈവം പരിമിതനാക്കപ്പെടുന്നു. ഒരു മനുഷ്യാകൃതിക്കകത്ത് ഒരു വ്യക്തിയായിട്ട് മാറുന്നു. ദൈവം രക്ഷിക്കുന്നുവെന്ന പ്രക്രിയ ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അങ്ങനെ യേശു ഈ ഭൂമിയിൽ മനുഷ്യനാകുമ്പോൾ ഈ പരിമിതിയിലേക്ക് വരുന്നു. ഗലീലയിലൂടെ അവിടത്തേക്ക് നടന്നേ മതിയാകൂ. ഔസേപ്പിതാവ് എടുത്തുകൊണ്ട് ഓടിയില്ലെങ്കിൽ ഹെറോദേസ് കൊന്നുകളയും. അവര് വിശക്കുന്നു. ശാരീരികത നൽകുന്ന പരിമിതികൾക്കകത്തേക്ക് വരുന്നു. പരമപരിശുദ്ധനായ ഒരുവൻ പാപിയായിട്ട് എണ്ണപ്പെടുന്നു. മനുഷ്യ സ്വരൂപം സ്വീകരിച്ചപ്പോ അവൻ പാപിയായിട്ട് എണ്ണപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ യഹൂദർ എതിർക്കുന്നത്? പരമപരിശുദ്ധനായ ദൈവത്തിന്റെ നാമം സ്വന്തം പിതാവാണ് അവിടെ നിന്ന് ഒരു മനുഷ്യൻ പറയുന്നു. മനുഷ്യനായവൻ, അധപ്പതിച്ചവൻ, വീണുപോയവൻ, ആ വീണുപോയവന്റെ സാദൃശ്യത്തിലേക്ക് വന്നുകൊണ്ട് പാപിയായിട്ട് എണ്ണപ്പെടുന്നു. ദൈവദൂഷണമാണ് അവൻ പറയുന്നത് എന്ന് യഹൂദർ തെറ്റിദ്ധരിക്കാൻ കാരണം ഇതാണ്. ഒരു മനുഷ്യ സ്വരൂപത്തിലേക്ക് ദൈവം വരുന്നു വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പരമപരിശുദ്ധനെ പരിമിതനാക്കപ്പെടുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യേശു ബലഹീനനാകുന്നു, പരിമിതനാകുന്നു. സർവജ്ഞാനിയായ ക്രിസ്തുവിനോട് ആളുകൾ ചോദിക്കുകയാണ്, എപ്പോഴാണ് ലോകം അവസാനിക്കുക? അത് പിതാവിന് മാത്രമേ അറിഞ്ഞുകൂടൂ, പുത്രന് പോലും അറിഞ്ഞുകൂടാന്ന് ക്രിസ്തു പറയുകയാണ്. അങ്ങനെ അജ്ഞാനിയാവുന്നു സർവജ്ഞനായ ഒരുവൻ. അങ്ങനെ ദൈവിക സമാനതയെ കൈവിട്ട് കേവല മാനുഷികതയുടെ പരിമിതികളിലേക്ക് വന്ന് അവനോടൊപ്പമായിരുന്ന് മനുഷ്യകുലത്തെ മുഴുവൻ തന്നിൽ ഉൾച്ചേർത്ത് തന്റെ ശരീരമാകുന്ന സമസ്തത്തെയും ക്രൂശിൽ അർപ്പിച്ച് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഈ പ്രവൃത്തിയിലൂടെ ക്രിസ്തു നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ മനുഷ്യത്വം എങ്ങനെയാണ് ജീവിത സഹനങ്ങളിൽ ക്രൂശീകരിക്കപ്പെട്ടുകൊണ്ട് സ്നേഹത്തെ പ്രതി അർപ്പിച്ചുകൊണ്ട് ദൈവത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ്. നമ്മെ തന്നെ നാം അർപ്പിക്കേണ്ടത്, സ്നേഹത്തിൽ അർപ്പിക്കേണ്ടത് ഇപ്രകാരം മരിച്ചുകൊണ്ടാണെന്നും അനുത്തമൈതം പറയുന്നത് പ്രണയം മരണത്തെക്കാൾ ശക്തമാണ്. സ്നേഹം ഒരു മരണമാണ്, അവനവൻ ഉപേക്ഷയാണ്. ഈ അവനവൻ ഉപേക്ഷ എന്ന് പറയുന്ന സഹനം വഴി അല്ലെങ്കിൽ അവനവൻ ഉപേക്ഷയിലൂടെ തന്നെ തന്നെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സ്നേഹത്തിന്റെ സമ്പൂർണ്ണ യാഗമാക്കി മാറ്റാൻ ക്രിസ്തുവിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ദുഃഖവെള്ളി യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പിൽ കൊണ്ടുവരുന്നു വയ്ക്കുന്നത്. അത് കേവല ദുഃഖവെള്ളിയാണ്, പക്ഷെ അതൊരു നല്ല വെള്ളിയാണ്. ഒരു ദുഃഖവെള്ളി നല്ല വെള്ളിയാകുന്നത് അങ്ങനെയാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിൽ മരിച്ചവരാണെന്നും ക്രിസ്തുവിൽ നാം എന്നേക്കും ജീവിക്കുമെന്നും നമുക്ക് മരണമില്ലെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും യേശു ക്രിസ്തുവിൽ. ഭൗമിക ജീവിതം എപ്പോഴും തകർച്ചകളുടെയും വേദനകളുടെയും ക്ലേശങ്ങളുടെയും ഒരു ലോകമാണ്. ഈ ലോകം അങ്ങനത്തതാണ്.
ഈ ലോകം രണ്ടു തരം പ്രലോഭനങ്ങൾ കൊണ്ടുവരുമല്ലോ. ഒന്ന് സുഖഭോഗങ്ങളുടെ പ്രലോഭനമാണ്, ഒന്ന് ഇല്ലായ്മകളുടെയും കഷ്ടതകളുടെയും സഹനങ്ങളുടെയും പ്രലോഭനമാണ്. ഈ രണ്ട് പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിലാണ്. ഒരുവൻ അവനവനെ തന്നെ ഉപേക്ഷിക്കുമ്പോൾ ഈ രണ്ട് സഹനങ്ങളും അവന് ബാധിക്കാതെയാകും. പിതാവിന്റെ ഇഷ്ടമാണ് താനെന്നും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് താനെന്നും ക്രിസ്തുവിന് ബോധ്യമുള്ളത് കൊണ്ട് ഈ സഹനങ്ങൾ ക്രിസ്തുവിനെ ബാധിക്കുന്നില്ല. അതേപോലെ മാനുഷിക സ്വരൂപത്തിലേക്ക് വന്ന അവിടുന്ന് സഹനങ്ങൾ അതിജീവിച്ച പോലെ മനുഷ്യ പ്രകൃതിക്കകത്ത് സ്നേഹം മുഖേന ഈ രണ്ട് പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്നും അങ്ങനെ സ്നേഹത്തിന്റെ കുരിശിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നിത്യതയിലേക്ക് നമുക്ക് കടന്നു പോകാമെന്നും നമുക്ക് മരണമില്ലെന്നും ക്രിസ്തു വെളിപ്പെടുത്തുന്നു. ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ക്രൂശ് മരണം ക്രിസ്തുവിനെ നയിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സഹനത്തിന്റെ ക്രൂശിൽ അർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ആത്മാവിനെ ക്രിസ്തുവിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വിമോചനാവസ്ഥയെ പ്രാപിക്കാൻ കഴിയുമെന്നും ഈ ലോക ജീവിതത്തിൽ തന്നെ ദൈവിക സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മനുഷ്യരായി ജീവിക്കാൻ കഴിയുമെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ സഹനവും ഓരോ വേദനയും യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ഉയർച്ചയ്ക്കായിട്ട് മാറുന്നുണ്ട്. എവിടെ തിരസ്കരണം ഉണ്ടാകുന്നോ, ഒറ്റിക്കൊടുക്കുന്നുവോ, അപമാനമേൽക്കുന്നുവോ, മറ്റുള്ളവർ നമ്മെ തിരസ്കരിക്കുന്നുവോ, എല്ലാവരും ഓടിപ്പോകുന്നുവോ, ഒറ്റയ്ക്കായി പോകുന്നുവോ, നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ക്രിസ്തുവിൽ നാം വീണ്ടെടുക്കപ്പെടുകയാണെന്നും ഹൃദയബോധ്യമുണ്ടാകുമ്പോൾ ലോകത്തുണ്ടാകുന്ന ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുന്ന സ്നേഹം നമ്മെ ഭരിക്കും. അങ്ങനെ സ്നേഹം നമ്മെ ഭരിക്കുന്നുണ്ട്, ആ സ്നേഹം ക്രിസ്തുവിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായിട്ടും ഈ ലോകത്തിന്റെ താൽക്കാലികതകളെ മറികടന്ന് സ്നേഹത്തിന്റെ പ്രവൃത്തിയായി ജീവിതത്തെ മാറ്റാൻ പറ്റും. ദൈവം രക്ഷിക്കുന്ന പ്രക്രിയ ആനുകാലിക ജീവിതത്തിൽ നമ്മുടെ ജീവിതം വഴി പ്രയോഗവൽക്കരിക്കപ്പെടും. പലപ്പോഴും ഇത് മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിന്റെ പീഡാസനങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് കാണാനാണ് നമുക്ക് താല്പര്യം. പീഡാസനങ്ങളെ മാറ്റിവെച്ച് കാണും, അപ്പുറത്ത് കാണുന്ന ഒരു ദൃശ്യാവിഷ്കാരമാക്കി മാറ്റാൻ ശ്രമിക്കും. ഇപ്പൊ പള്ളികളിലൊക്കെ ദൃശ്യാവിഷ്കാരത്തിന്റെ ഒരു കാലമാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്തുള്ള സഹനങ്ങളിലേക്ക് നോക്കാനും ആ സഹനങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനും പഠിപ്പിക്കേണ്ടതിന് പകരം നമ്മളിപ്പോഴും ഇതൊരു കെട്ടുകാഴ്ചയായി ചൊൽക്കാഴ്ചയായി മാറ്റിവെക്കാനാണ് ശ്രമിക്കുന്നത്. ദൃശ്യാവിഷ്കാരങ്ങൾ നടക്കുന്നു, കുരിശിന്റെ വഴി നടക്കുന്നു, അവിടെയൊക്കെ നമ്മൾ ഈ ആചരണങ്ങൾക്കകത്തൊക്കെ ഇതിനെ മാറ്റി നിർത്തുന്ന പ്രവണതയാണുള്ളത്. ജീവിതത്തിനകത്ത് ക്രിസ്തു ജീവിക്കുന്നതും അവൻ ഈ സഹനങ്ങളുടെ കുരിശ് വഹിക്കുന്നതും ആ സ്നേഹം കൊണ്ട് അതിനെ കീഴടക്കുന്നതും ആ സ്നേഹത്തിന്റെ കുരിശിൽ സ്വയം അർപ്പിച്ച് ഓരോ ജീവിതത്തിനകത്തും ക്രിസ്തു മരിക്കുകയും ഉദ്ധിതനാകുകയും ചെയ്യുന്നു എന്നതും ഒരു പരമാർത്ഥമായിരിക്കെ അത് മാറ്റിവെച്ചിട്ട് നമ്മളിങ്ങനെ പുറം കാഴ്ചകളിലേക്ക് തിരിയുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. ഓരോ ആചാരവും ഉള്ളിനെ ഉണർത്തുന്നതായിട്ട് മാറുന്നില്ലെങ്കിൽ, അവനവന്റെ അകത്തേക്ക് തിരിയുന്നതായിട്ട് മാറുന്നില്ലെങ്കിൽ അത് ഉപകാരപ്പെടില്ല. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്? നമ്മൾ കുരിശിന്റെ വഴി ആചരിക്കുന്നു, ആചരണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. പക്ഷേ ഈ ആചാരങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതായി മാറുന്നു. ഒരു വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഒരു ശനിയാഴ്ച ഒരു സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ തിരികെ പോകുന്നു. ഒരു സിനിമ കണ്ടിറങ്ങുന്ന പോലെ ആ കാണുന്ന നേരത്ത് ആ സിനിമയ്ക്കകത്തുള്ള കഥാപാത്രങ്ങളുമായിട്ടൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നാം പുറത്തേക്ക് ഇറങ്ങിപ്പോരുന്നു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കണ്ടതെല്ലാം ഒരു ഓർമ്മയായിട്ട് മാറുന്നു. അങ്ങനെ ഓർമ്മകളിലേക്ക് തള്ളി മാറ്റുകയാണ് ജീവിതത്തെ. യഥാർത്ഥ ജീവിതത്തിനകത്ത് ഈ ഓർമ്മകൾ പ്രവർത്തിക്കുന്നത് കാണാനുള്ള ഒരു തുറവി നമുക്കില്ലാതെ പോകുന്നുണ്ട്. അതാണ് പരിശോധിക്കേണ്ടത്. എന്റെ ജീവിതത്തിനകത്തുള്ള യേശുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും യേശുവിൽ എന്റെ മരണവും വിജയവുമായി തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തിരുനാളുകൾ കഴിഞ്ഞു പോകുമ്പോഴും ഞാൻ ദുഃഖിതനായി ശേഷിക്കുന്നു. എന്നിട്ട് ലോകം മുഴുവൻ രക്ഷ പ്രാപിച്ചൊരു ദിവസത്തെ ദുഃഖവെള്ളിയായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. ഇത് കാലാകാലങ്ങളായി നമ്മൾ ചെയ്തു പോരുന്ന പ്രവൃത്തിയാണ്. പാരമ്പര്യങ്ങളും ആചാരങ്ങളുമായി പലതും നമ്മൾ ചെയ്യുന്നു. ചില പള്ളികളിൽ കയ്പുനീര് കുടിക്കുന്നു, ചില പള്ളികളിലാകട്ടെ കുരിശിന്റെ വഴി കഴിഞ്ഞ് കഞ്ഞിയും കുടിക്കുന്നു. പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ ഇന്നും ദേവാലയത്തിൽ പോയപ്പോൾ കേട്ടത് ആ ദേവാലയത്തിൽ ഇന്നും അപ്പം മുറിക്കലുണ്ടെന്നാണ്. കാരണം ഇതിന്റെ അർത്ഥതലത്തിലേക്ക് ഇറങ്ങിപ്പോകാതെ ഒരു ജീവിതത്തിനകത്ത് ഇടപെടുന്ന ഒരു കാര്യമായിട്ട് ക്രിസ്തുവിനെ കാണാതെ ഇത് പുറത്തു നിർത്തി ചിന്തിക്കാനാണ് നമുക്കിഷ്ടം. കേവലാചാരത്തിൽ ഒതുക്കാനാണ്. പുറത്തു നിർത്തി കാണുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അത് കേവലം നമ്മെ സ്പർശിക്കാത്ത ഒന്നായിട്ട് മാറുന്നു. എന്റെ ജീവിതവുമായി ഇഴുകിച്ചേരാത്ത ഒന്നായിട്ട് മാറുന്നു. ഭക്താനുഷ്ഠാനങ്ങളൊക്കെ കേവലാനുഷ്ഠാനങ്ങളായും ആചാരങ്ങളായും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം. അതിൽ സമ്മതം മൂളായിക രാജൻ. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഒരു പ്രാവശ്യം ചെയ്തു, ഒരു പള്ളി ചെയ്തു, അത് അടുത്ത പള്ളിയിലേക്ക് വ്യാപിച്ചു, പിന്നെ അതൊരു ആചാരമായിട്ട് മാറി.
നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയിലില്ലാത്തൊരു 10 കൊല്ലത്തിനിടയ്ക്കുണ്ടായ പരിവർത്തനം മാത്രമാണ്. എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ കുടുംബങ്ങളിലും അപ്പം മുറിക്കുമല്ലോ, എല്ലാ കുടുംബങ്ങളിലും അപ്പം മുറിക്കും, പെസഹ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പെസഹായുടെ വേദന അനുഭവിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അത് നമ്മുടെ ഇടവകയിലെ പുരോഹിതനായിരുന്നു. എല്ലാവരും പോകുമല്ലോ, എല്ലാവരുടെ വീട്ടിലേക്ക് പോകും. ഈ പുരോഹിതന് മാത്രം ഇതൊന്നുമില്ല. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് ഒറ്റയ്ക്കായിപ്പോയെന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും വന്ന് പള്ളി വന്ന് മുറിക്കുക. പള്ളിയിൽ മുറിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഒരു കൂട്ടായ്മയുടെ മുറിക്കലായി മാറുന്നത്? അല്ല, പലരും കൊണ്ടിരുന്ന അപ്പം പലരും കൊണ്ടുവന്ന് മുറിച്ചു വെക്കുന്നു, അതെല്ലാവർക്കുമായിട്ട് കൊടുക്കുന്നു. അപ്പൊ അത് കേവലം ഒരു ഭക്ഷണമായി മാറും. പെസഹയുടെ ആചരണത്തിന്റെ ഒരു തനിമ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകേണ്ട ഒരു ആത്മീയ ഊർജം സ്വീകരിക്കാൻ കഴിയാത്തതായിട്ട് പോകും. ഇനി വീട്ടിൽ പോയിട്ട് രണ്ടാമത് മുറിക്കുന്നു. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു ബർത്ത്ഡേ, രണ്ടാമത്തെ ദിവസം വേറൊരു ബർത്ത്ഡേ, അങ്ങനെ ആഘോഷിക്കും. നമ്മൾ ഒരു ആചരണത്തിന്റെ ആ അകത്തുണ്ടായിരുന്ന അകക്കാമ്പിനെ നഷ്ടപ്പെടുത്തി യഥാർത്ഥത്തിൽ മൂല്യബോധത്തിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് കേവല ആചാരമാക്കി ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയുള്ള ആചരണങ്ങളാണെങ്കിലും അങ്ങനെ കേവല ആചാരമായിട്ട് മാറുന്നു. കയ്പുനീര് കുടിക്കുന്നു, പുരുഷന്റെ വഴി കഴിയുമ്പോൾ കഞ്ഞി കുടിക്കുന്നു. ഉപവാസ ദിനമാണ്, സഭ പ്രഖ്യാപിച്ച ഉപവാസ ദിനം. 2 ഉപവാസങ്ങളാണ് സഭ നിർബന്ധമായിട്ട് പറയുന്നത്, ഒന്ന് വിഭൂതിയിലും ഒന്ന് ദുഃഖവെള്ളിയിലും. ആ 2 ദിനങ്ങളിലും ഇപ്പോ ഉപവാസം നഷ്ടപ്പെടുന്നു. ഉപവാസം നഷ്ടപ്പെടുന്ന കാര്യം ഒരു വലിയ ഓർമ്മയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഓർമ്മ ചെറുതല്ല, ചെറിയ സ്വാധീനം ചെലുത്തുന്ന ഓർമ്മയല്ല. വലിയ വെള്ളിയാഴ്ച 3 മണിയൊക്കെ ആവുമ്പോൾ ആകാശമിരുളും, അന്തരീക്ഷം ഇരുണ്ടു പോകുന്ന അനുഭവം ഉണ്ടാവും. ഒരു അറിയാതെ ഒരു ദുഃഖസാന്ദ്രമായ ഹൃദയം വരും. ഞാൻ നിരീശ്വരവാദിയൊക്കെ ആയി കുറെ നാൾ കഴിഞ്ഞ ആളാണ്. അപ്പൊ ബാല്യകാലത്തൊക്കെ വിശ്വാസിയൊക്കെ ആയിരുന്നെങ്കിലും ഒരു 7ാം ക്ലാസ് മുതൽ നിരീശ്വരവാദത്തിലാണ്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴും ഈ വലിയ വെള്ളിയാഴ്ചയുടെ 3 മണി സമയമാകുമ്പോൾ അല്ലെങ്കിൽ ആ സായനത്തിലേക്ക് പോകുമ്പോൾ അറിയാതൊരു ദുഃഖം പിടികൂടും. കാരണം ലോകത്തുള്ള കുറെ ആളുകൾ, കോടാനുകോടി മനുഷ്യർ ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിക്കുന്ന ഒരു മനോനിലയിലേക്ക്. അങ്ങനെ ഒരു മനോനില ലോകത്ത് രൂപപ്പെടുന്നുണ്ട്. അത് അവരന് വേണ്ടി മരിക്കാനുള്ള, സ്വയാർപ്പണം ചെയ്യാനുള്ള ഒരു ആഹ്വാനമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ അവരന് വേണ്ടി സ്വന്തം ജീവിതത്തെ ത്യജിക്കാനുള്ള കർമ്മശേഷി ഈ ലോകത്തിന് മുഴുവൻ പ്രദാനം ചെയ്യുന്ന ഒരു മനോനിലയെ കേവലാചാരമാക്കി മാറ്റി അതിനകത്ത് നമുക്ക് അനുഭവപ്പെടുത്തേണ്ടിയിരുന്ന ഒരു പദ്ധതിയായി വെച്ച ഉപവാസത്തെ പോലും തള്ളി മാറ്റി നമ്മൾ സാധാരണ രീതിയിലേക്ക് പോകുന്നു. സ്വന്തം പാരമ്പര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ നമുക്ക് ലഭിക്കേണ്ട ആത്മീയ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകാം. ഉപവസിച്ചാൽ എല്ലാം ആയി എന്ന അർത്ഥത്തിലൊന്നുമല്ല. ഉപവാസം കൊണ്ട് നേടാവുന്ന ഒരു കാര്യവും അതിൽ പ്രത്യേകമായിട്ടില്ല. പക്ഷേ നമ്മളൊരു ഓർമ്മയിലാണ്. നമ്മുടെ മൂത്ത സഹോദരനായ ഒരുവൻ, ആദ്യജാതൻ, അവൻ കുരിശിൽ മരിക്കുന്നു. അതൊരു പഴയകാല സംഭവമായിട്ടല്ല, അതിന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വേണ്ടി അവൻ കുരിശിൽ മരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഈ ഓർമ്മയെ കൂട്ടിവിളക്കുമ്പോൾ നാം അറിയാതെ തന്നെ അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടും. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തുകയാണ് മാമോദീസ വഴി. ആ മാമോദീസയുടെ ഫലങ്ങൾ ഉണരാൻ കാരണമായിട്ട് മാറുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ വലിയ വെള്ളിയിലെ ആചരണങ്ങൾ. പക്ഷെ അത് കേവലം ആചാരങ്ങളായി മാറി ആചരണങ്ങൾക്കകത്ത് നമുക്ക് അനുഭവവേദ്യമാകേണ്ടിയിരുന്ന അകക്കാമ്പ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു കേവലാചാരമായിട്ട് അത് പതിക്കുന്നു. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. നാം ഓരോരുത്തരും ജീവിതത്തിലെ കുരിശിൽ ഓരോ നിമിഷവും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ക്രിസ്തു കുരിശിൽ യാഗമായതിന്റെ അനുഭവതലം ആനുകാലിക ജീവിതവുമായി കൂട്ടിവിളക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിലുള്ള മരണമായിട്ട് മാറും. ഗലാത്യർ 3:13 പറയുന്നത് പോലെ ശാപത്തിന്റെ കുരിശിൽ അവൻ തറയ്ക്കപ്പെട്ടു, അതുകൊണ്ട് നാം ശാപവിമോചിതരായി. അങ്ങനെ സമ്പൂർണമായ രക്ഷ നമുക്ക് പ്രദാനം ചെയ്ത ക്രിസ്തുവിന്റെ യാഗാർപ്പണം ആനുകാലിക ജീവിത അനുഭവമാക്കി മാറ്റണമെങ്കിൽ എൻ്റെ ജീവിത സഹനങ്ങളെയും കഷ്ടതകളെയും ഈ കുരിശായി തിരിച്ചറിഞ്ഞുകൊണ്ടും ദൈവത്തോടും മനുഷ്യരോടുമുള്ള എൻ്റെ സ്നേഹമാകുന്ന കുരിശിൽ ഞാൻ സ്വയം അർപ്പിച്ചുകൊണ്ടും ഈ വലിയ വെള്ളിയുടെ ആഘോഷത്തിലേക്ക് എനിക്ക് ചേരാൻ പറ്റും. അങ്ങനെ ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവിനോടൊത്തുള്ള മരണത്തിന്റെയും ഉദ്ധിതമാകുന്നവന്റെ ജീവിതത്തോടൊപ്പമുള്ള ഒരു പുനരുജ്ജീവനത്തിന്റെയും ശക്തിയായി എനിക്ക് അനുഭവിക്കാൻ പറ്റും.
അപ്രകാരം ഈ ലോകത്ത് കുരിശിൽ മരിച്ച് ഉദ്ധിതരാകുന്ന, മരണത്തെ അതിജീവിച്ച, താൽക്കാലികതകളെ അതിജീവിച്ച നിത്യതയുടെ പ്രഭ വരുത്തുന്നവരായി എനിക്ക് നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും. അതിനാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഓർക്കണം, യേശു കുരിശിൽ മരിച്ചപ്പോൾ യേശു മാത്രമല്ല മരിച്ചത്, അവന്റെ ശരീരമാണ് നമ്മളും ആ കുരിശിൽ അർപ്പിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ അർപ്പിക്കപ്പെട്ടത് മരിച്ചു പോകാൻ വേണ്ടിയല്ല, ഉദ്ധിതരാകാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൽ നമ്മൾ ഉദ്ധിതരാകുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൽ നമ്മെ തന്നെ അർപ്പിക്കുക വഴി നമ്മുടെ ജീവിത സഹനങ്ങളെ അതിജീവിക്കാമെന്നും യേശുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഉൾച്ചേരാമെന്നും ആ സ്നേഹമായി ആനുകാലിക ലോകത്ത് മറ്റുള്ളവരെ രക്ഷിക്കുന്നവരായി മാറാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമെന്നും വചനമെന്ന് നമ്മോട് പറയുകയാണ്. വലിയ വെള്ളിയുടെ ആചരണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഓർമ്മയോടെ പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ എന്നൊരു ബോധ്യത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ, അതുകൊണ്ട് ഈ ലോകത്തിനോട് നമുക്ക് ബാധ്യതയില്ല. നമുക്ക് ബാധ്യതയുള്ള ക്രിസ്തുവിനോടാണ്. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവന്റെ മരണവും അവന്റെ അർപ്പണവും എന്റെ ജീവിതത്തെ വീണ്ടെടുത്തതാണെന്ന ബോധ്യത്തോടെ, അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ, അവൻ ഇഷ്ടപ്രകാരം ആനുകാലിക ലോകത്ത് സ്നേഹത്തിന്റെ പരിമളമായി തീരാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.